മൂന്നാമത്തെ ചോദ്യം ഇതാ. റിട്ടയേർഡ് ടീച്ചർമാരായ അന്നയും ആലീസും താമസിക്കുന്ന വീടിന്റെ പേരെന്താണ്? എ സ്വർഗം, ബി സ്വർഗനിവാസ്, സി സ്വർഗ കവാടം. പൊട്ടിക്കോ. സ്വർഗം. സ്വർഗം. അത് എനിക്ക് തോന്നി ഇവരെഴുതിയവര് ഈ സ്വർഗനിവാസ് എന്നൊക്കെ പറയുമ്പോ എന്തോ ലക്ഷ്മി നിവാസ് ഹോട്ടൽ എന്നൊക്കെ പറയുന്നത് വന്നപ്പം റിൻസിക്ക് മനസ്സിലായി അതല്ലാന്ന്. പിന്നെ സ്വർഗ കവാടം എന്നൊന്നും നമുക്ക് അങ്ങനെ ഇത് വരത്തില്ല. അതൊക്കെ വേറെ എന്താണ് നിങ്ങൾ പാട്ടിലുള്ളതല്ലേ അല്ലേ? ക്രിസ്ത്യൻ ഡിവോഷണൽ പാട്ടിലുള്ളതാണ്. സ്വർഗ കവാടം അങ്ങനെയൊക്കെ പാടും അല്ലേ? സ്വർഗ കവാടം വെച്ചൊരു ഏതെങ്കിലും പാട്ട് അറിയാവോ? ഇല്ല, അറിയത്തില്ല. ഞാൻ പാടിയിട്ടുണ്ട്, എനിക്ക് ഓർമ്മയില്ല. അപ്പൊ സ്വർഗം ആണ്. അതെ, എനിക്ക് ഉറപ്പാണ്. ഞാൻ എന്റെ റൂമിന് ആ ഒരു പേര് ഇട്ടേക്കുന്നത്, ഹെവൻ എന്നാക്കിയിട്ടുണ്ട്. ഓ, സ്വർഗം എന്നാണോ റിൻസിയുടെ റൂമിന്റെ പേര്? അതെ, ഹെവൻ. അങ്ങനെ ഹെവൻ. അത് ശരി, ഹെവൻലി റൂം ആണല്ലേ? അതെ. അത് ശരി, ഓക്കെ, വെരി ഗുഡ്. കാരണം ഞാൻ അങ്ങനെ കേട്ടിട്ടില്ല. കാരണം എന്റെ റൂമിന് ഞാൻ ഇതുവരെ ഒരു പേര് ഇട്ടിട്ടില്ല. അല്ല, ഞാൻ തന്നെ ഒരു ആർട്ടും ക്രാഫ്റ്റും ഒക്കെ ചെയ്യും. അപ്പൊ അങ്ങനെ ചെയ്ത് എഴുതിയിട്ടേക്കുന്നത് അങ്ങനെ റിൻസീസ് ഹെവൻ എന്നാണ് എഴുതിയിട്ടേക്കുന്നത്. ഒന്ന് വരണമല്ലോ പത്തനംതിട്ട വന്നിട്ട് നോക്കണം എന്താണ് ഈ ഹെവൻ ഹൗസ് എന്താണെന്നുള്ളത്. ഓൾവേസ് വെൽക്കം. ഓക്കെ, എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ് സ്വർഗത്തിന് കേട്ടോ. അപ്പൊ അടുത്ത ചോദ്യം ഒരു ചെറിയ കുസൃതി ചോദ്യമാണ്. ഓക്കെ. എല്ലാ ആൾക്കാർക്കും ഒരു നക്ഷത്രം ഉണ്ടല്ലേ? ഉണ്ട്. റിൻസിയുടെ ഏതാണ് നക്ഷത്രം? അയ്യോ, പെട്ടു. എന്റെ ഏതായിരുന്നു? ചിത്തിര. ഓ, വെരി ഗുഡ്. ചിത്തിര എന്ന് പറഞ്ഞാൽ വളരെ നല്ല നക്ഷത്രമാണ്. അപ്പൊ എല്ലാവർക്കും ഒരു നക്ഷത്രമുണ്ട്. പക്ഷെ ചിലർക്ക് കുറെ കൂടുതൽ നക്ഷത്രമുണ്ട്. അതാർക്കാണ്? എനിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ നക്ഷത്രം ഒരു നക്ഷത്രമാണ്. പക്ഷെ അവിടെ ഇരിക്കുന്ന അനൂപ് ഉണ്ടല്ലോ, നമ്മുടെ കീബോർഡ് വായിച്ചോണ്ടിരിക്കുന്നത്, അവന് കുറെ നക്ഷത്രങ്ങൾ കാണും. അതുപോലെ കുറെ നക്ഷത്രമുള്ള ആരാണ്? കിളി പോയിട്ടിരിക്കുന്നവർക്കാണോ? എന്തോ കിളി പോയിട്ടിരിക്കുന്നവർക്ക് ചുറ്റും? അല്ല, ഇപ്പൊ റിൻസി എങ്ങനെയാണല്ലോ കിളി പോയിരിക്കുകയാണ്. നക്ഷത്രം ഞാൻ കാണുന്നുണ്ട്. ആർക്കാണ് കൂടുതൽ നക്ഷത്രമുള്ളത്? ക്ലൂ തരാമോ എനിക്ക്? ക്ലൂ തരാം. പറയട്ടെ? പറഞ്ഞു. പോലീസുകാർ. അവർക്ക് എങ്ങനെയുണ്ട് എന്റെ ക്ലൂ? നല്ലതാ. അതാദ്യം പറയൂ. കാരണം ക്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് കാക്കിയും കാക്കി ഇട്ടതാണ് എന്നൊക്കെ പറയാം. പക്ഷെ ഞാൻ എന്റെ ക്ലൂ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങ് പറഞ്ഞു അല്ലേ? പോലീസുകാർക്ക് ഓരോ സമയം കഴിയുന്നതോറും നക്ഷത്രം കൂടി പിന്നെ ഇവിടെ നക്ഷത്രം കയറും, പിന്നെ ഒരുപാട് നക്ഷത്രവും. അങ്ങനെ ആകുമ്പോ റിട്ടയർമെന്റ് ആവും. അപ്പോ സ്വർഗം. റിൻസി പറഞ്ഞ ഉത്തരം ശരിയാണ്. കൺഗ്രാറ്റുലേഷൻസ്. 6000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. അപ്പോ ഇപ്പൊ തന്നെ ഫോണിൽ വന്നിട്ടുണ്ടാവും. അതാണല്ലോ ഇതിന്റെ ഒരു ട്രിക്ക്. അടുത്ത സവാരി ഗിരിഗിരിയിൽ 4ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. മാസത്തിൽ 2 പ്രാവശ്യം കുളിച്ചാൽ എനിക്ക് ജലദോഷം വന്നിരും. തണ്ണി എനിക്ക് അലർജി. ഇത് ആരുടെ ഡയലോഗാണ്? ഓപ്ഷൻ എ കൊച്ചിൻ ഹനീഫ, ബി ദിലീപ്, സി സലീം കുമാർ. റിൻസി എന്നും കുളിക്കുവോ? എല്ലാ ദിവസവും 2 പ്രാവശ്യം? ഇല്ല, ഒരു വട്ടം. അപ്പോ നമുക്കൊന്ന് പപ്പയുടെ ഉമ്മയോടും ചോദിക്കാം. ഓക്കെ. അപ്പൊ എനിക്ക് തോന്നുന്നത് സലീം കുമാർ ആണെന്നാണ്. അദ്ദേഹമാണ് ആ റോളൊക്കെ സാധാരണ ചെയ്യുന്നത്. സലീം കുമാറിനെ പറയട്ടെ? പറഞ്ഞോളൂ. പറയാം, നമുക്ക് സലീം കുമാറിനെ തന്നെ പറയാം. കുളിക്കാത്ത റോളൊക്കെ ചെയ്യുന്നത് സലീം കുമാർ. സലീം കുമാറിനെ നമുക്ക് എടുത്തിട്ട് പൂട്ടാം. സലീം കുമാർ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്താണ്. അതുപോലെ തന്നെ ആയിരുന്നു കൊച്ചിൻ ഹനീഫ. അദ്ദേഹത്തിൻ്റെ പേര് ഇവിടെ വന്നപ്പം എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഇത്രയും നല്ലൊരു മനസ്സിൻ്റെ ഉടമ ഞാൻ മറ്റാരിലും ഒരു സിനിമാ നടനിലും കണ്ടിട്ടില്ല. ഉണ്ട്, ഒരുപാട് പേരുണ്ട്. എന്നാലും വൺ അമംഗ് ദം ഹനീഫയൊക്കെയാണ്. കാരണം അദ്ദേഹം ഇപ്പോഴും എൻ്റെ പാട്ട് പുസ്തകമുണ്ട്. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ, പുതിയ ജനറേഷനിലുള്ള കുട്ടികളെല്ലാം കാണാതെ പാടുന്നത്. അതൊരു വലിയ മഹാഭാഗ്യമാണ്. പക്ഷേ എനിക്ക് ഈ പുസ്തകം നോക്കാതെ പാടാൻ പറ്റില്ല. അതായത് എൻ്റെ ജനറേഷനിലുള്ള പാട്ടുകാർക്ക് ആർക്കും തന്നെ പുസ്തകം വെച്ചാലേ ഞാൻ 100 പ്രാവശ്യം കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴം പാട്ടിൽ മുങ്ങി മറുവാക്കു കേൾക്കാൻ കാത്തു നിൽക്കാതെ പൂത്തുമ്പി എന്തേ. ആ അക്ഷരം എനിക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ട്. എന്തേ
ഉള്ളോർ കുടം പോലെ തേങ്ങി. ഞാൻ എത്ര വർഷമായിട്ട് പാടുന്നതാണ്, എന്നാലും അവിടെ ഒരു കൺഫ്യൂഷൻ വരും. അതെ. പക്ഷേ എൻ്റെ ആ പാട്ട് പുസ്തകത്തിൽ കൊച്ചിൻ അനീഫച്ചേരൻ കൈകൊണ്ടെഴുതിയ, ഞങ്ങൾ ദുബായിൽ ഒരു പ്രോഗ്രാമിന് പോയപ്പം കൈകൊണ്ടെഴുതിയ, അദ്ദേഹത്തിൻ്റെ കൈകൊണ്ടെഴുതിയ ആരംഭ എന്ന് തുടങ്ങുന്ന ഒരു മുസ്ലിം ഡിവോഷൻ ഉണ്ട്. അതിപ്പോഴും ഞാൻ എന്താണ് എൻ്റെ ഒരു ട്രഷറായിട്ട് ഞാൻ ആ ബുക്ക് തന്നെയാണ് ഇപ്പോഴും പാടുന്നത്. അതിനകത്ത് മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ തൂബടി മാഷാള്ള എന്ന് പറഞ്ഞ പാട്ട് അദ്ദേഹത്തിൻ്റെ കൈപ്പടയിൽ എഴുതിയിട്ട് സൈൻ ചെയ്തിട്ടുണ്ട്. പിന്നെ അദ്ദേഹം തന്നെ ഐ ലവ് യു യു പാടം ചൊല്ലിപ്പടിച്ചും തല്ലി ആ പാട്ട് എഴുതിയിട്ടുണ്ട്. പിന്നെ നടി രേവതി അവരൊരു ഇംഗ്ലീഷ് സോങ് എഴുതിയിട്ടുണ്ട്. അപ്പൊ എനിക്ക് ആ ബുക്ക് എന്ന് പറയുന്നതൊക്കെ ഒരു വലിയൊരു ധനമായിട്ടാണ് ഞാൻ വെച്ചിരിക്കുന്നത്. അപ്പോ സലീം കുമാറിനെയാണ് എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. നമുക്ക് എടുത്ത് വെളിയിലിടാം. ഓക്കെ, കൺഗ്രാറ്റുലേഷൻസ്, യുവർ ആൻസർ ഈസ് കറക്റ്റ്. 2000 രൂപ കൂടി നിങ്ങളുടെ അക്കൗണ്ടിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അപ്പൊ ഇപ്പൊ എത്രയായി? 628. കണക്ക് കൂട്ടിയിരിക്കുകയാണല്ലേ എക്കണോമിക്സ് അല്ലേ? അപ്പോൾ 8000 രൂപ ഇപ്പൊ സമ്മാനമായിട്ടിരിക്കുകയാണ്. ഇനി 5ാമത്തെ ചോദ്യത്തിനോട് ഉത്തരം നൽകി കഴിയുമ്പോൾ നമുക്ക് അടുത്ത സെഗ്മെന്റ് ആയിട്ടുള്ള സവാരി ഗിരിഗിരിയിൽ യാത്ര ചെയ്യാം അല്ലേ? ചെയ്യാം.